വന്യമൃഗശല്യത്തിനെതിരെ വടക്കനാട് ജനത നടത്തിയ ഐതിഹാസിക സമരം ഒരുപക്ഷെ കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായിരുന്നു. 14 ദിവസം നീണ്ടുനിന്ന 2018 നടത്തിയ സമരം. ആ സമരത്തിന് 4 വയസ്സ് പൂർത്തിയാവുകയാണ്. പക്ഷേ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. മാത്രമല്ല പല പദ്ധതികളും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ഇന്നുവരെ ഒന്നും തന്നെ സാധ്യമായിട്ടില്ല. ഇപ്പോഴും വടക്കനാടൻ ജനത ആവശ്യപ്പെടുന്നത് തങ്ങൾ അതിജീവനത്തിൻ്റെ പാതയിലാണ്. ആ പാതയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ പ്രയോജനകരമാകുന്ന തരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ്. ആ പദ്ധതികളെക്കുറിച്ചും അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. വയനാട് വിഷൻ ചാനൽ ഒരുക്കുന്ന ജനകീയ വേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നടത്തുന്ന പൊതുചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഞാൻ ഓരോരുത്തരെയായി പരിചയപ്പെടുത്താം. ഗ്രാമ സംരക്ഷണ സമിതിയുടെ പ്രിയങ്കരനായ പ്രതിനിധി ഫാദർ ജോബി, അദ്ദേഹത്തെ ജനകീയ വേദിയുടെ ഈ പൊതുചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. ഒപ്പം UDFിൻ്റെ പ്രതിനിധി ശ്രീ ബെന്നി കൈനിക്കൽ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ദെൻ BJPയുടെ പ്രതിനിധിയായി ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ പ്രേമൻ, അദ്ദേഹമാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഓരോ വനപ്രദേശ മേഖലകളിലുള്ള ആളുകളും ഇപ്പോൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് വയനാടിൻ്റെ വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വന്യമൃഗശല്യം വല്ലാത്ത രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജനവിഭാഗങ്ങളെയും. അതിനേക്കാൾ ഉപരി മനുഷ്യജീവന് ഹാനികരമായ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ടായി. നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. വടക്കനാടും അതിൽ നിന്നും വ്യത്യസ്തമല്ല. വടക്കനാടിലും ജീവനുകൾ വിലയായി നൽകേണ്ടി വന്നിട്ടുണ്ട് വന്യമൃഗശല്യത്തിന്. തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് 4 വർഷത്തിന് മുമ്പ് ഈ വടക്കനാടൻ ജനത ഐതിഹാസികമായ ഒരു സമരത്തിന് തുടക്കം കുറിച്ചത്. പക്ഷേ ആ സമര ചരിത്രത്തിൽ പിന്നീട് അതിന് അന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതികളൊന്നും പിന്നീട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് വടക്കനാടൻ ജനത വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങും എന്ന ചില സൂചനകൾ ലഭ്യമായത്. പക്ഷേ ഇവിടെ എന്താണ് ഇതിന് പ്രശ്നമുണ്ടാകുന്നത്? പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ എവിടെ പോയി? ഫയലുകൾ എന്താണ് തുറക്കപ്പെടാത്തത്? ഈ ചർച്ചകളൊക്കെയാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. നമുക്ക് തുടക്കം തന്നെ ഫാദർ ജോബി, അദ്ദേഹത്തിൽ നിന്നും ആരംഭിക്കാം ഇന്നത്തെ ചർച്ച. ഫാദർ, വളരെ ചരിത്രപരമായ ഒരു സമരം തന്നെയായിരുന്നു വടക്കനാടൻ ജനത നടത്തിയിരുന്നത്, സംശയമില്ല. കാരണം നിരവധി കോണുകളിൽ നിന്നാണ് ഇവിടെ നിങ്ങളുടെ സമരത്തിന് പിന്തുണ ലഭിച്ചത്. നിരവധി ആളുകൾ സമരപ്പന്തലിലേക്ക് ഒഴുകിയെത്തി. ഏകദേശം 14 ദിവസം നീണ്ടുനിന്ന സമരമായിരുന്നു. എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്തുകൊണ്ട് ഈ 4 വർഷ കാലയളവായിട്ടും വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് വടക്കനാടൻ ജനത ഇപ്പോഴും ചിന്തിക്കുന്നു? ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വനം വകുപ്പിനെയും ഈ വനം വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന വനം മന്ത്രിയെയും ഒപ്പം കേരള സർക്കാരിനെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒരു 600 മീറ്റർ അപ്പുറത്ത് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു, കഴിഞ്ഞ ദിവസം വന്യമൃഗങ്ങളെ പരിചരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിചരണ കേന്ദ്രം ആരംഭിച്ചുവെന്ന്. എന്നാൽ വടക്കനാട് സമരം അത് ഇവിടുത്തെ കർഷകരുടെ ഒപ്പം ഈ ഗ്രാമവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണമെന്ന ഒരു മുദ്രാവാക്യവുമായി കാടും നാടും വേർതിരിക്കുക എന്ന സന്ദേശം മലയോര ജനതയ്ക്ക്, പ്രത്യേകിച്ച് വയനാട്ടിലെ കർഷക ജനതയ്ക്ക് കൈമാറിയ ഒരു സമരമായിരുന്നു. ഈ മാർച്ച് 18 ആവുമ്പോഴേക്കും 4 വർഷം തികയുന്നു. 2 ഘട്ടങ്ങളിലായി 11 ദിവസങ്ങളിൽ നിരാഹാര സമരം ഈ ഗ്രാമവാസികൾ, ഇവിടുത്തെ വീട്ടമ്മമാരടക്കമുള്ള ഗ്രാമവാസികൾ 2 ഘട്ടങ്ങളിലായി 11 ദിവസം വീതം നടത്തിയ സമരത്തെ തുടർന്ന് ഈ ഗ്രാമത്തിന് വേണ്ടി കാടും നാടും വേർതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ വിശദമായ DPR ഇവിടെ ഉണ്ടാക്കുകയുണ്ടായി. അതിനുശേഷം 4.5 കിലോമീറ്റർ ദൂരത്തിൽ ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് എന്ന് പറയുന്ന മാങ്കുളം മോഡൽ ഫെൻസിംഗ് ഈ ഗ്രാമവാസികളെ സുരക്ഷിതരായിരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുമെന്ന ഒരു സന്ദേശം ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് കൈമാറുകയുണ്ടായി. 4 വർഷമായിട്ടും അത് ഇപ്പോഴും ഫയലിനുള്ളിൽ ഉറങ്ങുന്ന ഒരു പ്രോജക്റ്റായി ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് എത്രയോ കാലം കഴിഞ്ഞ് ആണ് ഇവിടുത്തെ വന്യമൃഗങ്ങൾ പരിക്കേൽക്കുമ്പോൾ അതിനെ പരിചരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിചരണ കേന്ദ്രം
അതിൻ്റെ ചർച്ചകൾ വന്നിട്ട് അധികം നാളായിട്ടില്ല. അപ്പം ഇത്രയും വേഗത്തിൽ അങ്ങനെ ഒരു പരിചരണ കേന്ദ്രം ഇവിടെ ഈ ഗ്രാമത്തിൽ ഇങ്ങോട്ട് ഞങ്ങൾ കടന്നു വരുന്നതിൻ്റെ ആ പ്രവേശന കവാടത്തിനോട് ചേർന്ന്, അതും ഈ നാട്ടിലെ ഒരു മനുഷ്യൻ ജഡേൻ എന്ന് പറയുന്ന ഒരു ആദിവാസി സഹോദരൻ മരണപ്പെട്ട അതേ വേദിയിൽ തന്നെ ഈ സർക്കാർ, ഇവിടുത്തെ വനം വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കടന്നുപോവുകയുണ്ടായി. എന്നാൽ നാളുകളായി ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനയും വിഷമവും അവരുടെ ജനകീയമായി ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തിടുക്കത്തോടുകൂടി ഇവിടെ ഒരു പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന മന്ത്രി ഈ ഗ്രാമവാസികളോട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള അധികാരികൾ ഈ ഗ്രാമവാസികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു മറുപടി ബന്ധപ്പെട്ട വകുപ്പും അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയും ഉദ്യോഗസ്ഥ വൃന്ദവും ഗവൺമെന്റും ഈ ഗ്രാമവാസികൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു കടപ്പാട് അവർക്കുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച മുൻപോട്ട് പോകണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്കളിലേക്ക് നമുക്ക് മറ്റ് ചർച്ചകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. മൃഗ സംരക്ഷണത്തിന് വേണ്ടി കടുവയ്ക്കും പുലിക്കുമൊക്കെ അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ആലയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു വനം വകുപ്പ്. പക്ഷേ വർഷങ്ങൾ നീണ്ട ആവശ്യം, ഞങ്ങളുടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാർഷിക വിളകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന സമരങ്ങൾക്ക് ഒരു പ്രതിവിധി കണ്ടെത്താൻ ഇതുവരെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നാണ് ഗ്രാമസംരക്ഷണ സമിതിയുടെ പ്രതിനിധി കൂടിയായ ഫാദർ ജോബി അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശ്രീ ബെന്നി കൈനിക്കൽ, അതോടൊപ്പം തന്നെ നമുക്ക് CPM-ന്റെ പ്രതിനിധിയെ നമ്മൾ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എന്താണ് സാങ്കേതിക കാരണങ്ങളാണോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നമ്മൾ UDF പ്രതിനിധി ശ്രീ ബെന്നി കൈനിക്കൽ, താങ്കളും ഈ സമരത്തിന്റെ വളരെ വലിയ ഭാഗമായി പ്രവർത്തിച്ചതാണ്. ഈ സമരത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ താങ്കൾ അടക്കമുള്ള നിരവധി കക്ഷികളുടെ ഒരു മുന്നണി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയാണ് ഇപ്പോൾ അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഒരു നാടിൻ്റെ പൊതുവായ ആവശ്യത്തെ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പകുത്തുമാറ്റുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? റാഷിദ്, ഞാൻ ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഗ്രാമസംരക്ഷണ സമിതിയുടെ ചെയർമാൻ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ ഇവിടെ ജഡേന്റെ സ്മാരകമായി ഒരു പാലിയേറ്റീവ് കെയർ, കടുവകളെയും വന്യമൃഗങ്ങളെയും പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാലിയേറ്റീവ് കെയർ ഉയർന്നു വന്നതിനെ പറ്റി പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിന് ഒറ്റ വാക്കിൽ ഒരു UDF-ന്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് ഇന്നാട്ടിലെ ജനങ്ങളോട്, ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങളോട് പറയുവാനുള്ളത്, നാടിനോട്, കർഷകരോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുമ്പോൾ, ബന്ധപ്പെട്ട വകുപ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ, ആ വകുപ്പിൽ നിന്ന് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ പേടിച്ചുകൊണ്ട് അതിന് അനുമതി കൊടുക്കുന്ന ഒരു മന്ത്രിയുമുള്ള ഈ നാട്ടിൽ ഇതിലപ്പുറവും ഇവിടുത്തെ കർഷകർക്കും ഇവിടുത്തെ പൊതുസമൂഹത്തിനും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്. ഒരു മിനിറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ CPM-ന്റെ LDF-ന്റെ പ്രതിനിധി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ ബി, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നൊരു ആശങ്ക, എല്ലാ വാദപ്രതിവാദങ്ങളും നടക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടുന്ന കടമ കൂടിയുണ്ട്. തീർച്ചയായും സ്വാഗതം താങ്കൾക്ക് ജനകീയ വേദിയുടെ ഈ സദസ്സിലേക്ക്. അല്പം വൈകിയാണ് അദ്ദേഹം എത്തിയത്, വരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നു. വലിയ സന്തോഷം ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്. ഒരു നാടിൻ്റെ ആവശ്യമാകുമ്പോൾ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകേണ്ടതാണ്. അതിന് പലർക്കും പല വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാകും. ശ്രീ ബെന്നി കൈനിക്കൽ, താങ്കൾക്ക് തുടരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വാഭാവികമായിട്ടും ഇപ്പോൾ കടുവയെ പരിചരിക്കുന്നതിന് ഈ വിധത്തിലുള്ള ഒരു സൗധം ജഡേന്റെ സ്മാരകമായി അവിടെ ഉയർന്നു വന്നു എന്ന് ഫാദർ ഇവിടെ സൂചിപ്പിച്ചു. ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടത് ഇവിടെ ഈ പറയുന്ന നമ്മളുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ CPM-ന്റെ പ്രതിനിധിയായി ശ്രീ എബി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അതിന് മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ആ ചോദ്യം തന്നെ കേട്ടിട്ടുണ്ടാകില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുവാനുള്ളത്, നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണകൂടം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കപ്പെടുമ്പോൾ അത് ജനോപകാരപ്രദമായ രീതിയിൽ ഒരു അതിജീവനത്തിന് വേണ്ടി ഈ പറയുന്ന രീതിയിൽ
കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സമരം നടത്തിയ ആ സമരം നടത്തിയ ആളുകളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സ്മാരകം പണിത് ഉയർത്തുമ്പോൾ അത് കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, കർഷകരോടുള്ള വെല്ലുവിളിയാണ്. അത് കൃത്യമായി വനം വകുപ്പും അതിൻ്റെ മേലാളന്മാരും അതിന് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ഒറ്റവാക്കിൽ UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന് പറയുവാനുള്ള മറുപടി, വനം വകുപ്പ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ ഇവിടുത്തെ ഗവൺമെന്റിനോ ഇവിടുത്തെ മന്ത്രിക്കോ യാതൊരുവിധ മേൽക്കോയ്മയുമില്ല, ഒരു ഉത്തരവാദിത്വവുമില്ല. അവരെ പേടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക്, ജനദ്രോഹകരമായ പദ്ധതികൾക്ക് ഈ പറയുന്ന ഗവൺമെന്റ് അനുമതി കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നത് എന്നാണ് എന്നെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. ഓക്കെ, നമ്മുടെ ചർച്ച തുടരും. ശ്രീ എബി, അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ പ്രേമൻ, BJP-യുടെ പ്രതിനിധി, താങ്കൾക്ക് കൂടി പറയാനുണ്ടാവും. കാരണം തീർച്ചയായും ഭരണപക്ഷത്ത് നിൽക്കുമ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് കടന്നു വരേണ്ട ഒരു ബാധ്യത കൂടി ശ്രീ എബി അദ്ദേഹത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് ഫാദർ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും വരാം. എന്താണ് BJP-യുടെ ഒരു നിലപാട്? വളരെ ഐതിഹാസികമായ സമരമായിരുന്നു. ഈ നാടിൻ്റെ എല്ലാ ഭാഗത്തിലുള്ള ആൾക്കാരുടെ പങ്കാളിത്തവും ആ സമരത്തിനുണ്ടായിരുന്നു. ആ സമരപ്പന്തലിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെടാതെ പോകുന്നു എന്ന് വേദനാജനകമായി തന്നെ ഓർക്കുകയാണ്. അതെല്ലാം ഒന്ന് ഫലവത്താകാൻ വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട്. ഒപ്പം ഭരണകർത്താക്കളിൽ നിന്നും ഉയർന്നു വരണം എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ സമരത്തിന് വെല്ലുവിളിക്കുന്ന രീതിയിലായി പോയോ എന്നൊരു സംശയം ഈ കടുവ പരിചരണ കേന്ദ്രം നമ്മുടെ വടക്കനാട് പ്രദേശത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമുക്കത് അങ്ങനെയാണ് നമ്മൾ ആ വിഷയത്തെ കാണുന്നത്. ജനകീയ പ്രശ്നങ്ങളോട് മുഖതിരിച്ച് നിൽക്കുകയും എന്നാൽ വന്യമൃഗ സംരക്ഷണമാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന ഒരു മെസ്സേജ് ആണ്, സാധാരണക്കാരനെ വിലകൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ വരുന്നതെന്നാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. ശ്രീ എബി, ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഫാദർ പറഞ്ഞ ചോദ്യം ശ്രീ ബിന്നി കൈനിക്കൽ സൂചിപ്പിച്ചതുപോലെ, പ്രേമൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനൊക്കെ ഒരു അഭിപ്രായമുണ്ടാകുന്നത് വടക്കനാട് എന്ന് പറയുന്നത് ഐതിഹാസികമായ സമരം നടത്തിയത് വന്യമൃഗ ശല്യത്തിനെതിരെയാണ്, ജീവാപായത്തിനെതിരെയൊക്കെയാണ്. അവിടെ ഇപ്പോൾ പ്രതിവിധികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും ഇത്ര കാലമായിട്ടും പ്രതിവിധികളില്ല. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കടുവയ്ക്ക് അസുഖം വന്നാൽ, കടുവയ്ക്ക് മുറിവേറ്റാൽ അവയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ആലയം പണിതിരിക്കുന്നു. ഇത് ഒരു നേരായ മാർഗമാണോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാതെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതിന് മുൻതൂക്കം കൊടുത്തു എന്നുള്ളതാണ് അവരുടെ ചോദ്യം. താങ്കൾക്ക് ഉത്തരത്തിലേക്ക് വരാം. പ്രിയമുള്ളവരെ, ഞാൻ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകണം എന്നാഗ്രഹിക്കുകയാണ്. വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി ഇവിടെ നടത്തിയിട്ടുള്ള സമരത്തെയും അതിൻ്റെ മുദ്രാവാക്യങ്ങളോടും CPM ഐക്യപ്പെടുകയാണ് എന്നും ഉണ്ടായിട്ടുള്ളത്. മുദ്രാവാക്യങ്ങളോട് എന്നും ഐക്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളിവിടെ പറയുമ്പോൾ പറയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. 1973 വയനാട് വന്യജീവി സങ്കേതം രൂപം കണ്ട കാലഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് നാളിതുവരെ ഈ വന്യജീവി സങ്കേതം വന്നതിന് ശേഷം നാളിതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സമരങ്ങളൊന്നും ഏറ്റെടുക്കാത്ത സ്ഥിതിയുണ്ടായി. അന്ന് ഇതിൻ്റെ അശാസ്ത്രീയ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1973 തന്നെ CPM മൂലങ്കാവിൽ വച്ച് ജനകീയ കൺവെൻഷൻ ചേരുകയുണ്ടായി. ആ കൺവെൻഷൻ തുടങ്ങി 73 മുതൽ 2022 വരെ CPM ഇന്നും വന്യജീവി സങ്കേതവും അതുമായി ബന്ധപ്പെട്ട വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടും സമരരംഗത്ത് തന്നെയാണ്. അതിൽ നിന്ന് ഒരു ഇടവേള പോലും ഇല്ലാതെ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഈ 2022 ബഹുജന കൺവെൻഷൻ ചേരുന്നതിന് വേണ്ടി CPM എന്ന നിലയ്ക്ക് ആലോചിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 3-ാം കോവിഡ് തരംഗം ഉണ്ടായത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പ്രദേശത്ത് പങ്കെടുത്തുകൊണ്ട് വലിയൊരു കൺവെൻഷൻ ചേരാൻ വേണ്ടി തീരുമാനമെടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെല്ലാം പരിഹാരം കാണേണ്ട
MP-യെ കുറിച്ചോ MLA-യെ കുറിച്ചോ നമ്മൾ നാളിതുവരെ ചർച്ച ചെയ്യുമ്പോൾ ഇതിനെല്ലാം രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഇരിക്കുന്ന എല്ലാവരും അവരവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തി. കാരണം അത് രാഷ്ട്രീയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയത്തിലും രാഷ്ട്രീയമുണ്ട്. അത് വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി നടത്തിയ ഒരു സമരത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന അർത്ഥത്തിലല്ല. അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ എല്ലാ പിന്തുണയും നൽകിയ ഒരു പാർട്ടിയാണ് CPM. അതിൻ്റെ നിരാഹാര സമരത്തിൽ നേതൃത്വം കൊടുത്ത രണ്ടാളുകളും CPM-ൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന ചർച്ച എന്താ? ഇവിടെ നടക്കുന്ന ചർച്ച ഈ CPM ഈ സമരത്തിൽ നിന്ന് പിന്മാറി ഈ സമരത്തിനോട് ഐക്യപ്പെടുന്നില്ല എന്ന രീതിയിലേക്കാണ്. എന്നോട് ചോദിച്ച രണ്ട് ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഒന്ന്, എന്തുകൊണ്ട് ഇവിടെ കടുവയ്ക്കും അതുപോലെ തന്നെ ആനയ്ക്കും ഉള്ള ചികിത്സയ്ക്കുള്ള ആലയം ഉണ്ടാക്കി എന്നത്? നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കടുവയുള്ള പ്രദേശം അല്ലെങ്കിൽ സങ്കേതം ഈ പറയുന്ന വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പെടുന്ന സ്ഥലമാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ പറയുന്ന സൗധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോടുള്ള വിയോജിപ്പും കാര്യങ്ങളെല്ലാം തന്നെ CPM എന്ന നിലയ്ക്ക് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയതാണ്. നമുക്ക് ആ കാര്യങ്ങളൊന്നും നമുക്ക് ഈ പ്രദേശത്തെ CPM-ൻ്റെ നിലപാട് എന്ന നിലയ്ക്ക് ഒളിച്ചു വെക്കേണ്ട യാതൊരു കാര്യമില്ല. കൃത്യമായി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ഈ വിഷയം നമ്മൾ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട്. പിന്നെ വനം വകുപ്പിനെ സംബന്ധിച്ച് ചില കുഴപ്പങ്ങളെല്ലാം ഞങ്ങൾക്കുൾപ്പെടെ ഉണ്ട്. അതെല്ലാം തന്നെ നീക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തും എന്ന നിലയ്ക്ക് നിങ്ങളോട് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ വന്ന രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത്. വന്നിട്ടുള്ള ആലയത്തിന് താങ്കൾ എതിരാണ് എന്നാണ് പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ശ്രീ ബെന്നി കൈനിക്കൽ. 1973 വയനാട് വന്യജീവി സങ്കേതം ഇവിടെ നിലവിൽ വന്ന അന്ന് മുതൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ 2022 വരെ ഈ പറയുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിരന്തരം സമരരംഗത്തായിരുന്നു എന്ന് CPM-ന്റെ പ്രതിനിധി ശ്രീ എബി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ കൃത്യമായി ഇത് നമ്മളുടെ വിഷയമല്ല എങ്കിൽ പോലും ഞാൻ അതൊന്ന് ഈ ശ്രീ എബി പറഞ്ഞ് ആ വിഷയം വെറുതെ ഒന്ന് സ്പർശിച്ചങ്ങ് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 73 കോൺഗ്രസിന്റെ ഗവൺമെന്റ് സെൻട്രൽ ഭരിക്കുമ്പോൾ ഇവിടെ വന്യമൃഗ സങ്കേതം രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ വന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് കൃത്യമായ നിലപാടുകളുണ്ട്, കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. മനുഷ്യന്റെ നിലനിൽപ്പിന് ഇവിടെ വനവും വന്യജീവികളും ആവശ്യമാണ് എന്നുള്ള ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥിതികൾക്കനുസൃതമായി വന്യമൃഗങ്ങളും നാട്ടിൽ ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ഇവിടെ 1973 വന്യമൃഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിയായി ഇത് പ്രഖ്യാപിച്ചത് എന്ന് മാത്രമാണ് ബഹുമാനായ എബിയോട് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ വിഷയം എബി ഇവിടെ സൂചിപ്പിച്ചത് 22 വരെ സമരരംഗത്താണ് CPM ഇവിടുത്തെ ഗ്രാമ സംരക്ഷണ സമിതിയുടെ സമരവുമായി സന്ധി ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോയത് എന്ന് എബി പറഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പറയുന്ന 22 ദിവസം ഈ രാജ്യം കണ്ട അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും നല്ല ഒരു സമരമെന്ന് ഇവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങൾ അടക്കം വിശേഷിപ്പിച്ച ഈ സമരത്തിൽ നിന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 20/5/2018 ഇവിടെ നിന്ന് ഇതിനോട് സലാം പറഞ്ഞുകൊണ്ട് പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ കണ്ടത്. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ശ്രീ എബി ഇവിടെ സൂചിപ്പിക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം കൂടി താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല. താങ്കളുടെ പാർട്ടി പ്രതിനിധാനം വരികയാണ് റാഷിദേ. MLA വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ വടക്കനാട് ഗ്രാമ സംരക്ഷണ സമിതിയുടെ സമരം ഇവിടെ അരങ്ങേറിയപ്പോൾ അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിന്റെ MLA ശ്രീ IC ബാലകൃഷ്ണൻ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കർഷകർ പ്രയാസപ്പെടുന്ന വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ അടക്കം സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുന്ന വേദികളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്തേക്ക്, ഈ നിയോജക മണ്ഡലത്തിലേക്ക്, അതിലുപരി വയനാട് ജില്ലയിലേക്ക് ഈ വനം വകുപ്പിന്റെ ഈ പറയുന്ന വന്യമൃഗ ശല്യം തടയുന്നതിന് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രതിപക്ഷ MLA എന്നുള്ള രീതിയിൽ
അദ്ദേഹത്തിന് സമാഹരിക്കാൻ പറ്റുന്ന, സ്വരൂപിക്കാൻ പറ്റുന്ന ഫണ്ടുകളൊക്കെ തന്നെ ഇവിടെ സ്വരൂപിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വളരെ കൃത്യമായി ഞാൻ പറയുന്നു, വാഗേരി മൂടക്കൊല്ലി സൈഡിൽ കന്മതിലിന്റെ പണിക്ക് വേണ്ടി ഏകദേശം 11 കോടിയോളം രൂപ, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാരേജ് മുതൽ ഈ പറയുന്ന രീതിയിൽ മൂടക്കൊല്ലി വരെയുള്ള പ്രദേശത്തുള്ള റെയിൽ ഫെൻസിങ്, അത് പറയുമ്പോൾ ശ്രീ എബി പറയും അത് ഈ ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നതെന്ന്. വളരെ കൃത്യമായി അതിന്റെ ജിയോ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി IC ബാലകൃഷ്ണൻ MLA സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിന്റെ MLA ആയി ഇരിക്കുന്ന സമയത്ത്, ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിരുന്ന സമയത്ത്, ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഇവിടുത്തെ കർഷകരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വയനാട് ജില്ലയിലേക്ക് അനുവദിച്ചിട്ടുള്ളത്. CPM അതിനുശേഷം 5 വർഷം ഭരണം കഴിഞ്ഞു. 2ാം പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിലുണ്ട്. ഈ വയനാട് ജില്ലയ്ക്ക് അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിന് ഈ പറയുന്ന രീതിയിൽ 1 രൂപ വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ CPM-ന്റെ പ്രതിനിധി ആ വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കട്ടെ. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇതുപോലെ തന്നെ CPM-ന്റെ പ്രതിനിധിക്ക് മാത്രമല്ല ഇതിനകത്ത് ഉത്തരവാദിത്വം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്വമുണ്ട്. അവിടെയാണ് താങ്കളുടെ MP-യെ കുറിച്ച് ചോദിച്ചത്. എങ്ങനെ? താങ്കളുടെ MP-യെ കുറിച്ച് ചോദിച്ചത്. അതെ, MP-യെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. വളരെ കൃത്യമായി ഈ പ്രദേശത്ത് കടുവയുടെ പ്രശ്നമുണ്ടായപ്പോൾ, കടുവ നാട്ടിലിറങ്ങി അതിഭീകരമായ താണ്ഡവങ്ങൾ നടത്തിയപ്പോൾ ഈ പറയുന്ന അന്നത്തെ MP ശ്രീ MI ഷാനവാസ് വളരെ കൃത്യതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെ നേരം വെളുക്കുന്നതിന് മുൻപ് ഈ കൊട്ടൻകര പോലുള്ള പ്രദേശത്തെത്തിക്കുകയും അവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേരെ വെളുപ്പിന് 5 മണിക്ക് ആ പ്രദേശത്തെത്തുകയും ആ പ്രദേശത്തെ ആളുകളുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രൈബൽ ഫണ്ടിൽ നിന്ന്, ആ പ്രദേശത്തെ ട്രൈബലായ ആളുകളാണ് കൂടുതൽ അധിവസിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ആ ട്രൈബൽ ഫണ്ടിൽ നിന്ന്, ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് തുകയെടുത്തുകൊണ്ട് അവിടെ നിന്നുള്ള ആളുകളെ മാറ്റിപ്പറപ്പിക്കുന്നതിനുള്ള തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന MP അടക്കമുള്ള അന്നത്തെ പ്രിയങ്കരനായ MP ശ്രീ MI ഷാനവാസിന്റെ ഇടപെടൽ മൂലമാണ് എന്ന് വളരെ അസന്നിഗ്ധമായി ഈ വേദിയിൽ പറയുവാൻ സാധിക്കും. നമ്മൾ വീണ്ടും വടക്കനാട്ടേക്ക് തന്നെയാണ്. ഫാദർ ജോബി, താങ്കളാണ് പറയേണ്ടത്. ഇവിടെ രാഷ്ട്രീയപരമായി ഇരു കൂട്ടരും അല്ലെങ്കിൽ 3 പേരും തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നു. ഗ്രാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അന്ന് സമരം നടന്നപ്പോൾ അവിടെ രാഷ്ട്രീയ ചേരിതിരിവുകൾ ഇല്ലാതെയാണ് സമരം നടത്തിയത്. അക്കാര്യത്തിൽ സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇവിടെ എന്താണ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം? രാഷ്ട്രീയമായ ചേരിതിരിവുകൾ ഈ വടക്കനാടിന്റെ പൊതുവായ ആവശ്യത്തെ മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ഈ നാട്ടുകാരോടും ഈ ചർച്ചയിൽ പ്രതിനിധീകരിക്കുന്ന 3 മുന്നണിയുടെ നേതാക്കന്മാരോടും പറയാനായിട്ടുള്ളത്, വന്യമൃഗം ഒരിക്കലും കൊടിയുടെ നിറമോ പാർട്ടി ഏതംഗമാണോ ആരുടെ പറമ്പ്, ഇത് മാർക്സിസ്റ്റുകാരൻ്റെ ആണോ കോൺഗ്രസ്സുകാരൻ്റെ BJP-യുടെ പറമ്പാണോ എന്ന് നോക്കിയല്ല വന്യമൃഗം വന്ന് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള, നമുക്കറിയാം വയനാടിൻ്റെ വിവിധ വനയോര പ്രദേശങ്ങളിൽ ഏറ്റവും വിഷമിക്കുന്ന ഒരു നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വന്യമൃഗശല്യം. അപ്പം അതുകൊണ്ട് 3 മുന്നണികളും ഒന്നിച്ചു നിന്ന് ഇതൊരു ജനകീയ പ്രശ്നമാണ് എന്ന ഒരു ബോധ്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിലപാടുകൾ എടുക്കണം. പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ വേണ്ട ക്രിയാത്മകമായ ഇടപെടൽ മുന്നണികളുടെ മുമ്പിൽ നിന്നും അവരുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവകാശവാദങ്ങളാവുമോ 4 വർഷം പിന്നിട്ടിട്ട് ഇപ്പോഴും പദ്ധതി നടപ്പിലാകാതിരിക്കാൻ കാരണം? അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ആര് കൊണ്ടുവരുന്നു? ഇപ്പം ഇവരുടെ ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. അതായത് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. പക്ഷേ ഈ മണ്ഡലത്തിലെ നമ്മുടെ MLA ഐക്യജനാധിപത്യ മുന്നണിയുടെ ആളാണ്. അപ്പോൾ ഇത് ആരുടെ അക്കൗണ്ടിലേക്ക് പോകുമെന്ന ഒരു പേടിയും അങ്ങനെയുള്ളൊരു സംഭവം ഇവരെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഈ ഒരു ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആ കൊച്ചു കാര്യങ്ങളിൽ ഇവരെല്ലാം ഈ പ്രദേശവാസികൾ തന്നെയാണ്. അപ്പോൾ ഇവർക്കിവിടെ ഇവരുടെ പുതിയ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊരു സുരക്ഷിതത്വം, കാടും നാടും വേർതിരിക്കുന്ന ഒരു സംവിധാനം വളരെ കൃത്യതയോടുകൂടി ഇവിടെ ഉണ്ടായാൽ മാത്രമേ പുതിയ തലമുറയ്ക്ക്, ഇവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഇവിടെ ജീവിച്ചു പോകുവാൻ സാധിക്കൂ എന്ന ഒരു ചിന്ത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ വേണം
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ശ്രീ എബി, താങ്കളും ഈ പ്രദേശവാസി തന്നെയാണ്. രാഷ്ട്രീയം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫാദർ പറഞ്ഞതുപോലെ അവിടെ മൃഗങ്ങൾക്ക് അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും കൊടിയുടെ നിറവും ഒന്നും വ്യത്യാസമില്ല. തീർച്ചയായും ഇപ്പോൾ താങ്കളുടെ മുന്നണിയാണ് ഭരണം നടത്തുന്നത്. താങ്കൾ പറഞ്ഞു അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആലയം തീർച്ചയായും അതിനെ അനുകൂലിക്കുന്നു, പ്രശ്നമില്ല. പക്ഷേ അത് അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ, താങ്കൾ അത് അവിടെ ഉണ്ടാക്കിയതിനെതിരെ താങ്കൾ ശബ്ദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാനത് സമ്മതിച്ചു തരുന്നു. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായ ഈ ചേരിതിരിവ്, താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഒരു സമരം അന്നുണ്ടായപ്പോൾ പിന്നീട് അതിൽ നിന്നും സലാം പറഞ്ഞു പോകാൻ അല്ലെങ്കിൽ താങ്കളുടെ മുന്നണി തീരുമാനിക്കാനുള്ള കാരണം എവിടെയാണ്? ഇത്തരം വിഷയങ്ങളൊക്കെ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ ബാധിച്ചിട്ടുണ്ടോ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ചോദ്യത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ബെന്നിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് സൂചിപ്പിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിൽ അച്ഛൻ അവസാനം പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയമെല്ലാം ഉണ്ടെങ്കിലും ഈ നാടിൻ്റെ വിഷയങ്ങൾക്കകത്ത് ഒരു CPM-ൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് നാടിൻ്റെ ഈ വിഷയങ്ങൾക്കകത്തും ഈ വയനാട് ജില്ലയെ ബാധിക്കുന്ന വിഷയങ്ങൾക്കകത്തും നമ്മളെ സംബന്ധിച്ച് വലിയ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ 4 വർഷക്കാലമായി ഇവിടെ നടന്നിട്ടുള്ള സമരങ്ങളുടെ എല്ലാം ഭാഗമായി ഇവിടെ നമ്മൾ വയനാട് പാക്കേജിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി പാലക്കാട് IIT വികസിപ്പിച്ചെടുത്ത സ്റ്റീൽ വയർ റോപ്പ് ഫെൻസിങ്ങിന് വേണ്ടി 1000 കിലോമീറ്റർ ചുറ്റളവിലേക്ക് 750 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇനി IC ബാലകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് പോകുമെന്നോ CPM-ൻ്റെ അക്കൗണ്ടിൽ തന്നെ വേണമെന്നോ ഉള്ള കാഴ്ചപ്പാട് നമ്മളെ സംബന്ധിച്ചില്ല. നാടിൻ്റെ വികസനം, നാടിൻ്റെ വിഷയങ്ങൾ എന്ന നിലയ്ക്ക് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനകത്ത് CPM നിലയ്ക്ക് മുൻപന്തിയിലുണ്ടാവും. മറ്റൊന്ന് ബെന്നിച്ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു, വളരെ വ്യക്തമായി ബെന്നിച്ചേട്ടൻ പറഞ്ഞു, വയനാട് വന്യജീവി സങ്കേതം രൂപീകരിച്ച കാലഘട്ടത്തിൽ അശാസ്ത്രീയമായിരുന്നു. അതിനെതിരെ കോൺഗ്രസ് എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ വികസന വിരോധികളെന്ന് 1973 പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബെന്നിച്ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ഞാൻ പറയുമ്പോൾ ബെന്നിച്ചേട്ടൻ നിൽക്ക്, എന്തിനാ ഇത്ര അസഹിഷ്ണുത? ബെന്നിച്ചേട്ടൻ പറയാനുള്ള സമയത്ത് ഏത് വിഷയങ്ങളെ സംബന്ധിച്ചും പറഞ്ഞോ, മറുപടി കൃത്യമായിട്ട് നമുക്ക് പറയാം. അതിലൊന്നും ഒരു തർക്കമില്ല. മറ്റൊന്നെന്താ, ഇവിടെ വലിയൊരു സമരം നടന്നല്ലോ പ്രിയമുള്ളവരെ, വലിയൊരു സമരം നടന്നല്ലോ. ആ സമരത്തെ സംബന്ധിച്ച് ഞാനോ ബെന്നിച്ചേട്ടനോ ഇപ്പുറം നിൽക്കുന്ന പ്രേമേട്ടനോ ആരും തള്ളി പറയാൻ തയ്യാറല്ലല്ലോ. വലിയൊരു സമരം നടന്നു. എന്തായിരുന്നു ആ സമരത്തിന് ശേഷം? MLA, ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ ബെന്നിച്ചേട്ടൻ പറയുന്നത് വാഗേരിക്ക് 11 കോടി അനുവദിച്ചു. അതിൻ്റെ ഈ തർക്ക വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കൃത്യമായ മറുപടി അതിനെ സംബന്ധിച്ചുണ്ട്. പക്ഷെ എന്തേ വടക്കനാട് ഭാഗത്തേക്കില്ല? ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ, ഇവിടുന്ന് ജയിച്ച MLA ആണല്ലോ, നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട MLA ആണല്ലോ. എന്തേ വടക്കനാട് ഭാഗത്തേക്ക് 1 കോടി രൂപ ഈ ഫണ്ടിൽ അനുവദിക്കപ്പെട്ടു വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് എന്ന് പറയാൻ വേണ്ടി കഴിയണ്ടേ? അനുവദിക്കപ്പെട്ടില്ലല്ലോ. ഇതാ നമ്മൾ പറയുന്ന വിഷയമുള്ളൂ. ഇവിടെ വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി നടത്തിയ സമരം കൊണ്ട് ഉണ്ടായ ഗുണം എന്ന് പറയുന്നത് ഭരണകർത്താക്കളെ ഈ വടക്കനാട് പ്രദേശത്തെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു. കാരണം ഇവിടുത്തെ MP-യും MLA-യും പരാജയപ്പെട്ടപ്പോൾ ഈ സമരത്തിൻ്റെ വിജയമായിരുന്നു ഇത് നിയമസഭ ചർച്ച ചെയ്യുന്ന അർത്ഥത്തിലേക്ക് മാറിയത്. അത് ഈ സമരത്തിൻ്റെ വിജയം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ MLA ചെയ്യാത്തത് തന്നെയാണ് ബഹുമാനപ്പെട്ട MP-ക്ക് നിവേദനം അയച്ച പാർട്ടിയാണ് CPM. ഇപ്പോഴാണെന്നറിയോ, ഇപ്പോൾ 2 മാസം മുമ്പ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് നിവേദനം അയച്ചു. എന്താണെന്നറിയോ, നിവേദനം അയച്ചത് എന്താണെന്ന് വെച്ചാൽ വടക്കനാടും വയനാട് ജില്ലയും അഭിമുഖീകരിക്കുന്ന വന്യജീവി വിഷയത്തിനകത്ത് പാർലമെൻറ്റിനകത്ത് ഈ വിഷയം ഉന്നയിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം അയച്ചത്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ MP-നെ കണ്ടത്. എന്തെങ്കിലും ചെയ്തോ?
ഇനിയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചുണ്ട്. ഓക്കെ താങ്കളിലേക്ക് വരാം. ശ്രീ പ്രേമൻ, അദ്ദേഹത്തിനും ഇവിടെ ചോദിക്കാൻ ആളുകളുണ്ടാവും. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഇവിടെ അവർ വളരെ വിദഗ്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. BJPയുടെ ഒരു നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? വടക്കനാട് എന്ന് പറയുന്നത് സാമാന്യം നമുക്ക് കുറച്ച് കാണേണ്ട ഒരു പ്രദേശമല്ല എന്നുള്ളത് ഇവിടുത്തെ ഐതിഹാസിക സമരം തന്നെ തെളിയിച്ചതാണ്. BJPയുടെ ഭാഗത്തു നിന്നും ഇതിനു വേണ്ടി എന്തൊക്കെ നിലപാടുകൾ ഇതുവരെ കൈക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പാർട്ടി മുന്നണിയുടെ തീരുമാനമുണ്ടായിട്ടുള്ളത്? BJP ഈ സമരത്തെ എല്ലാ അർത്ഥത്തിലും ഈ സമരത്തോടൊപ്പമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ 22 ദിവസം 2 ഘട്ടങ്ങളിലായി നടന്ന സമരങ്ങളിലും BJPൻ്റേതായ തനതായ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ സമരത്തിൽ ഒരിക്കൽ പോലും മാറി നിൽക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഞാനൊരു ആരോപണമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ UDFൻ്റെ പ്രതിനിധി പറഞ്ഞൊരു വിഷയത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. MLA MP എന്ന് പറയുന്ന ആൾക്കാരെല്ലാം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു വലിയ മാൻഡേറ്റ് വാങ്ങിക്കൊണ്ടാണ് അവർ ജയിച്ചു വന്നിട്ടുള്ളത്. അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി ചെയ്തോ എന്ന് അവർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 2006 പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുകയും 2016 ആയപ്പോഴാണ് അതിവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അത് ഗവൺമെൻറ് പോളിസിയായിരുന്നു. ആ ഗവൺമെൻറ് പോളിസി നടപ്പിലാക്കിയതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട മെമ്പർ ഇദ്ദേഹം പറഞ്ഞ ഈ ഉമ്മൻചാണ്ടി കൊട്ടങ്കരയിൽ വരികയും ഈ ഫണ്ട് ഉപയോഗിച്ച് അവരെ പുനരധിവസിപ്പിക്കുകയും എല്ലാം ചെയ്തത്. ഈ കൊട്ടങ്കര പ്രദേശത്തെ ആൾക്കാരുടെ സംരക്ഷിക്കുക എന്ന നിലപാട് അല്ല ഇവർ സ്വീകരിച്ചത്. അവർ മറ്റൊരു സ്ഥലത്ത് മാറ്റിപ്പാർക്കുന്നതിന് വേണ്ടി ഉള്ള പൈസയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവരവിടെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ജനങ്ങളെ സംരക്ഷിച്ചു എന്ന് പറയാം. അതേപോലെ തന്നെ MP എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വളരെയധികം പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ഇവിടുന്ന് ജയിച്ചു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒട്ടനവധി കാര്യങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്താണ്? നമ്മുടെ മാന്യ മെമ്പർ പറഞ്ഞു, ഈ ബത്തേരി MLA ഒരു സബ്മിഷനെങ്കിലും അവതരിപ്പിച്ചു. ഇദ്ദേഹം ഒന്നും തന്നെ ലോക്സഭയിൽ അവതരിപ്പിച്ചതായി കണ്ടിട്ടില്ല. ഓക്കെ, താങ്കളിലേക്ക് വരാം. ഇവിടെ ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. ആരോടാണ്? ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എല്ലാവരോടും കൂടിയാണ് ഒറ്റ ചോദ്യം. ഓക്കെ. ബഹുമാനരായ കർഷക സുഹൃത്തുക്കളെ 2006-7 കാലഘട്ടം മുതൽ, ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരു കർഷകനാണെന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. 7 കാലഘട്ടം മുതൽ കർഷക പ്രതിരോധ സമിതിയുടെ പേരിൽ കർഷകർക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ജനകീയ സമരം നടത്തുകയാണ്. ഒരു 2000 കാലഘട്ടം മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേന്ദ്രവും കേരളവും മാറി മാറി രാഷ്ട്രീയ പാർട്ടികൾ ഭരണം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ വലിയ മൈക്കുകൾ വെച്ച്, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ജില്ലാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ലോകസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഇത്രയും തെരഞ്ഞെടുപ്പേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വാഗ്ദാനങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാടും നാടും വേർപെടുത്തും എന്നുള്ള വാഗ്ദാനങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കർഷക സംരക്ഷണ സമിതിയുടെ ചെയർമാൻ ബഹുമാനായ അച്ഛൻ പറഞ്ഞു, ഇവിടെ ഐതിഹാസികമായ സമരം നടത്തി. ഈ 2018 ഐതിഹാസികമായ സമരം നടത്തിയിട്ട് ഇവിടെ മാങ്കളം മോഡൽ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി മാങ്കളം മോഡൽ ഫെൻസിങ് ഉടനെ തന്നെ 4.5 കിലോമീറ്റർ നടപ്പാക്കുമെന്നും പറഞ്ഞ് ഇവിടെ DPR ഒക്കെ നടത്തി. ഈ 33.5 കിലോമീറ്ററോളം പോയി സഞ്ചരിച്ച് കാര്യങ്ങൾ നടത്തി കാടിന് ചുറ്റും ജനവാസ ഏരിയയിൽ. എന്താണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ 4 വർഷങ്ങൾ കടന്നുപോയി. 1/2 കിലോമീറ്ററെങ്കിലും ഫെൻസിങ്ങോ ഈ കാട്ടുമൃഗങ്ങൾ കടന്നു വരുന്നതിന് പരിഹാരമോ ഉണ്ടാക്കിയെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ സന്തുഷ്ടരായതിന്, സന്തോഷവാനായതിന്. ഞാൻ 2.5 ദിവസം നിരാഹാരം കടന്ന വ്യക്തിയാണ് ഈ സമരത്തിൽ. എനിക്കതിൽ വേദനയുണ്ട് കർഷകൻ എന്ന നിലയിൽ. തീർച്ചയായും നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. നിങ്ങളോട് 4 പേരോടുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇനി ഇവർ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരോടാണെന്ന് പറയും. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഈ വേദിയിലിരിക്കുന്ന 4 പേരുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഐതിഹാസിക സമരം നടത്തി എന്നൊക്കെ എല്ലാവരും വീമ്പടിച്ചു. അതിന് ആദ്യം മുതൽ തുടക്കം മുതൽ ഞങ്ങൾ അനുകൂലമായിരുന്നു, പ്രതികൂലമായിരുന്നു എന്നൊക്കെ.
എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ഈ വടക്കനാട് സമിതി ഇവിടെ നടത്തിയ സമരത്തിൽ പങ്കെടുത്തു എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ എത്ര പേർക്ക് സാധിക്കും? എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഈ 4 പേരിൽ എല്ലാവർക്കും അത് പറയാൻ സാധിക്കില്ലെന്നാണ്. ഇവിടെ വേദിയിൽ വരുമ്പോൾ ഞങ്ങൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങളുടെ മുമ്പാകെ പറയുകയും പക്ഷേ തുടക്കം മുതലേ അതിനെ എതിർത്ത് സംസാരിക്കുകയും എതിർത്ത് പോന്നിരുന്നവരും ഈ വേദിയിൽ ഇപ്പോഴുണ്ട്. എനിക്കതൊന്നും അല്ല ഇപ്പോൾ ചോദിക്കാനുള്ളത്. 4 വർഷം പിന്നിട്ടിട്ട് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക്, അതാണല്ലോ നമുക്ക് ചോദിക്കാൻ പറ്റുക, പ്രതിപക്ഷത്തോടല്ലല്ലോ, ഭരണകക്ഷിക്ക് ഈ 4 വർഷം പിന്നിട്ടിട്ട് വടക്കനാട് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റി? നിങ്ങൾ പറയുന്നു 10 ലക്ഷം മുടക്കി അത് പാസ്സായിട്ടുണ്ടെന്ന്. പാസ്സായതുകൊണ്ട് കാര്യമില്ലല്ലോ. ദൃശ്യം നമുക്ക് കണ്ണിൽ കാണുന്ന രീതിയിൽ ഇവിടെ എന്ത് പ്രവർത്തനമാണ് ആരംഭിച്ചിട്ടുള്ളത്? ഓക്കെ, ശ്രീ ബെന്നി കൈനിക്കൽ, താങ്കൾ പറയേണ്ട ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ച നേരത്തെ ചോദ്യം, എന്തുകൊണ്ട് വടക്കനാട് MLA ശ്രദ്ധിച്ചില്ല? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റൊരു സ്ഥലത്ത് അവിടെ ഫെൻസിങ്ങിന് അല്ലെങ്കിൽ മതിലിന് ഉള്ള ഫണ്ട് MLA വിനിയോഗിച്ചപ്പോൾ എന്തുകൊണ്ട് വടക്കനാട്ടേക്ക് വന്നില്ല? ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ആ വാഗേരി സൈഡിലും ഇവിടെയും വിനിയോഗിച്ച ഫണ്ടിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞത്, സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൻ്റെ MLA ശ്രീ IC ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ ശ്രീ ബിയോട് പറഞ്ഞത്. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ഒരു ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ കർഷകരുടെ വേദന കണ്ട് മനസ്സിലാക്കി അവിടുത്തെ കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ന രീതിയിലുള്ള ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിനാണ് ഞാൻ മറുപടി കൊടുത്തത്. രണ്ടാമത് അദ്ദേഹം വടക്കനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം, കൃത്യമായി എന്നെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രദേശത്തെ കർഷക സുഹൃത്തുക്കളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഗ്രാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൻ്റെ ആദ്യാവസാനം വരെ, അതിനുശേഷം ഈ പറയുന്ന ഇവിടെ ശ്രീ ജോസ് ഇവിടെ പറഞ്ഞു ഈ പറയുന്ന വീമ്പടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ കൃത്യമായിട്ട് ജോസിൻ്റെ ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, അന്നത്തെ DPR തയ്യാറാക്കുന്നതിനടക്കം ഗ്രാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ പള്ളിയുടെ ഹാളിൽ വെച്ച് മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അദ്ദേഹത്തിൻ്റെ സമയം മാറ്റിവെച്ചുകൊണ്ട് BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഉത്തരവാദിത്വപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇന്നാട്ടിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വോട്ട് മേടിച്ച് ജയിച്ച ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ 2 ദിവസം ഈ പ്രദേശത്തിൻ്റെ DPR തയ്യാറാക്കുന്നതിനും ആ DPR തയ്യാറാക്കിയ പ്രദേശങ്ങളിൽ കാൽനടയായും വാഹനത്തിലും ഒക്കെ തന്നെ 4 വീല് ജീപ്പിൽ പോലും കയറി ചെന്നുകൊണ്ട് അവിടെ നിന്ന് ആ DPR തയ്യാറാക്കുകയും ആ DPR ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് 2.5 കോടി രൂപ ആദ്യ ഗഡു എന്നുള്ള രീതിയിൽ ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് പാസ്സാക്കി അദ്ദേഹം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെ, എത്തിച്ചിട്ടുണ്ട്. ആ എത്തിച്ച തുക ഇപ്പോൾ പറഞ്ഞു 1000 കിലോമീറ്റർ ഈ പറയുന്ന എന്ത് ഫെൻസിംഗ് ആയിരുന്നു? സ്റ്റീൽ ഫെൻസിങ്ങിന് വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വയനാട് പാക്കേജിൽ പണം അനുവദിച്ചിട്ടുണ്ട് എന്ന് CPMന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. ഇതിനു മുമ്പ് ഏകദേശം 2 വർഷം മുമ്പ് 2.5 കോടി രൂപ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കർഷകരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി IC ബാലകൃഷ്ണൻ MLAയുടെ ഇടപെടൽ മൂലം സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് കിഫ്ബി വഴി ഇവിടെ അനുവദിച്ച തുക ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭരണകൂടവും അതുപോലെ തന്നെ അതിന് ഓശാന പാടുന്ന ഉദ്യോഗസ്ഥരുമാണ് ഈ നാടിന്റെ ശാപം എന്നാണ് CPMന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യവും കൂടി അതുപോലെ തന്നെ പറഞ്ഞു 1000 കിലോമീറ്റർ ഈ പറയുന്ന 2.5 കോടി രൂപ ചെലവഴിക്കാൻ പറ്റാത്ത ആളുകളാണ് ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട്. റാഷിദ് ഒന്ന് മനസ്സിലാക്കണം, നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വയനാട് ജില്ലയിൽ വരികയും 7500 കോടി രൂപയുടെ പാക്കേജ് വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിലാണ് ഈ പറയുന്ന 1000 കിലോമീറ്റർ പറയുന്നത്. കേവലം ഈ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചതിന് ശേഷം 1 വർഷം നമ്മൾ പിന്നിടുമ്പോൾ ഈ കർഷകരുടെ കയ്യിൽ നിന്നും കർഷകരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി കേവലം ഈ പറയുന്ന 10 രൂപ വില കൂടുതൽ കൊടുത്തുകൊണ്ട് ബ്രഹ്മഗിരി എന്ന് പറയുന്ന CPMന്റെ നിയന്ത്രണത്തിലുള്ള ആ സൊസൈറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടി കാപ്പി എടുത്തു എന്നല്ലാതെ 7500 കോടി രൂപയിൽ എന്താണ് ഇവർ ഈ നാടിന് വേണ്ടി ചെയ്തത് എന്ന് അദ്ദേഹം മറുപടി പറയണം. ഒരു കാര്യവും കൂടി പറഞ്ഞോട്ടെ, ഒരു ആനയെ പിടിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഓർഡർ ഇടുന്നതിന് വേണ്ടി ഈ സമരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, വടക്കനാടുകാരുടെ സമരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഈ സമരം ഇവിടെ നടക്കുമ്പോൾ അന്ന് കൊലയാളിയായ ആനയെ പിടിക്കണമെന്നായിരുന്നു പറഞ്ഞത്. ആദ്യത്തെ 11 ദിവസം സമരം നടന്നു. കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ വെച്ച് ചർച്ച നടത്തി. ആനയെ ഉടൻ പിടികൂടുമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തി 28-ാം തീയതി ഇവിടെ സമരം പിൻവലിച്ചു.
ശേഷം 3 മാസം ഇവിടുത്തെ ജനത കണ്ണീരും കയ്യുമായി വയനാട് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിലും ഇവിടുത്തെ CPM നേതാക്കളുടെ വീടുകളുടെ തിണ്ണകളിലും നിരങ്ങിയ ചരിത്രവും ഈ ഗ്രാമ സംരക്ഷണ സമിതിക്കുണ്ട്. അതിനുശേഷം സുനീർ എന്ന് പറയുന്ന CPIയുടെ ഒരു സ്ഥാനാർത്ഥി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വയനാട് ജില്ലയിൽ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ കാലുകുത്തണമെങ്കിൽ ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഈ ഗവൺമെന്റ് CPIയുടെ നേതൃത്വത്തിൽ ഈ CPMന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റ് ഇതിനു വേണ്ടിയുള്ള ഒരു അനുമതി കൊടുത്തതെന്നും ഇവിടുത്തെ കർഷകർക്ക് മറുപടി പറയാം. ഇതിലാദ്യമേ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാം, പറയേണ്ടാന്ന് കരുതിയതാണ്, അത് പറഞ്ഞു പോകുന്നതായിരിക്കും നന്നാവുക. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് താഴെ ഒരു ബോർഡ് വച്ചിരുന്നു, ശ്രീമാൻ IC ബാലകൃഷ്ണനെ വിജയിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതിൻ്റെ അടിയിൽ ചെറുതായി ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു, വടക്കനാട് ഗ്രാമ സംരക്ഷണ സമിതി. ആ പോസ്റ്റർ ഇന്നും ആവശ്യമുള്ളവർക്ക് ഞാൻ നൽകാം. അങ്ങനെ ഒരു ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ രാഷ്ട്രീയമെന്ന് ഇപ്പോൾ ആർക്കെങ്കിലും, കൈനിക്ക മത്തഞ്ചാട്ടൻ്റെ അവിടെയാണ് വച്ചത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് അയച്ചത്, ഞാൻ എല്ലാവർക്കും ഇവിടുന്ന് തരാം. തെളിവോടുകൂടി തന്നെയാണ് പറയുന്നത്, കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. മറ്റൊന്ന്, സമരത്തിൽ വീമ്പടിക്കൽ മാത്രമൊന്നല്ല, കൃത്യമായ രാഷ്ട്രീയവും പറയും. കൃത്യമായ രാഷ്ട്രീയം പറയും. MLA ചെയ്യാത്തത് ചെയ്തില്ല എന്ന് ഇനിയും പറയും, MP ചെയ്തില്ല എന്ന് ഇനിയും പറയും. കൃത്യമായ രാഷ്ട്രീയം എല്ലായിടത്തും പറയും. പക്ഷേ വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി നടത്തിയ 1ാം ഘട്ട സമരത്തിൽ എന്നെയാണ് ഉദ്ദേശിച്ച് ബഹുമാനപ്പെട്ട ജോസേട്ടൻ ചോദിച്ചതെങ്കിൽ ആ സമരത്തിൽ തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായി പങ്കാളിയായിരുന്നു. പൂർണ്ണമായും ആ സമരത്തിൽ ഞാൻ പങ്കാളിയായിരുന്നു. നിങ്ങൾക്ക് അന്ന് അവിടെ വരുന്നവരെ കൊണ്ട് ഒപ്പിടിക്കുന്ന ഒരു ബുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എൻ്റെ തൊട്ടടുത്തുണ്ട്. ആ ബുക്ക് കൈവശമുണ്ടെങ്കിൽ ഒന്നെടുത്ത് പരിശോധിക്കണം എന്ന് എൻ്റെ നാട്ടുകാരോട് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യാണ്. മറ്റൊന്ന്, ഈ സമരത്തിൽ നിന്ന് പിന്മാറിയതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, എങ്ങനെയാണ് സമരത്തിൽ നിന്ന് പിന്മാറാതിരിക്കുക? എങ്ങനെയാണ് പിന്മാറാതിരിക്കുക? ബഹുമാനപ്പെട്ട അച്ഛനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കട്ടെ. ഫോറസ്റ്റുകാരെ വഴി നടക്കാൻ സമ്മതിക്കില്ല, ഈ നാട്ടിലേക്ക് കടന്നാൽ വെള്ളം കൊടുക്കാൻ സമ്മതിക്കില്ല, വന്നാൽ കൊല്ലണം, കത്തിക്കണം എന്ന് പറയുന്ന സമരത്തോട് ഐക്യപ്പെടണോ? അച്ഛന് വിയോജിപ്പുണ്ടായിരുന്നല്ലോ, അച്ഛനുൾപ്പെടെ ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടായിരുന്നല്ലോ. ആ നിലപാടല്ലേ നമുക്കുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്മാറിയിട്ടുണ്ട്. ആ സമരത്തിന് അതിൻ്റെ ഭാഗമായിട്ട് പിന്മാറിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, അങ്ങനത്തെ വിഷയം ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഈ സമരത്തിന് ഈ പറയുന്ന ഫോറസ്റ്റുകാരെ ഇവിടെ തടയുന്നതിന് വേണ്ടി വടക്കനാട് പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ വടക്കനാട് വരുന്ന ഫോറസ്റ്റുകാരെ ആന പ്രദേശത്ത് ഇറങ്ങുമ്പോൾ വിളിച്ചാൽ എത്താത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടയണമെന്ന് തീരുമാനമെടുത്തപ്പോൾ അന്നത്തെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2ാം വാർഡ് മെമ്പർ ശ്രീ MK മോഹനൻ അടക്കം ഈ പള്ളിയുടെ ഹാളിൽ ഇരുന്നു കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ശ്രീ എബി പറഞ്ഞ ഒരു കാര്യം, വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാൻ ഈ പ്രദേശവാസികൾക്കോ തടസ്സമില്ല. അന്ന് അച്ഛൻ ഈ പറയുന്ന ഗ്രാമ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ വളരെ കൃത്യമായി അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് മറുപടി കൂടി അച്ഛനിലേക്ക് പോകേണ്ടത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വികസനത്തെ സംബന്ധിച്ചും വയനാട് പാക്കേജിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഒന്ന് മാനന്തവാടി വഴി ഈ പുൽപ്പള്ളി പാക്കം വഴിയൊക്കെ ഒന്ന് റോഡിലൂടെ സഞ്ചരിച്ച് വരിക. ബത്തേരി MLA ചെയ്യുന്നത് പറയും. ബത്തേരി MLA അതാണ് ഇവിടെ പ്രശ്നം. ബത്തേരി MLA എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ ഭാഗമാണ്. സർക്കാരിന്റെ ഭാഗമാണ്. അച്ഛൻ ഞാൻ അച്ഛനിലേക്ക് പോകുന്നു. ഞാൻ ഒരു കാര്യം പറയുന്നു. നമ്മൾ വയനാട് പാക്കേജിനെ കുറിച്ച് മുഴുവനായിട്ട് വടക്കനാട് ഒരു മിനിറ്റ് ശ്രീ ബെന്നി കൈനിക്കൽ അദ്ദേഹം പറയട്ടെ. താങ്കൾ പറയൂ. നിങ്ങൾ ഇരിക്കും. അദ്ദേഹം പറയട്ടെ. വയനാട് പാക്കേജ് നമ്മൾ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. കാരണം വൈരക്കുപ്പ പാലത്തിന് കല്ലിട്ട് പോയവർക്ക് പ്രയാസം ഉണ്ടാകും. കാരണം
വികസനം നടക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും. കാപ്പി എടുത്തല്ലോ, എടുത്തത് ബ്രഹ്മഗിരിയിൽ അന്വേഷിച്ചാൽ അറിയാം. ബഹുമാനപ്പെട്ട ബെന്നിച്ചേട്ടൻ്റെ പാർട്ടിക്കാരും ബ്രഹ്മഗിരി ജോലി ചെയ്യുന്നുണ്ട് ഈ വയനാട്ടിൽ തന്നെ. അപ്പൊ അതൊന്ന് അന്വേഷിച്ചാൽ ഞാൻ വഴിമാറി പോകുന്നതിന് നമ്മൾ ആ പാക്കേജ് പോലെ അല്ല തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ശ്രീ ബെന്നി ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞത് ആ പാക്കേജിൽ ഈ ഒരു വന്യമൃഗ ശല്യത്തിനെതിരെയുള്ള നിലപാടുകളിൽ എന്ത് നിലപാട് കൈക്കൊണ്ടുവന്നാണ് ചോദിച്ചത്. താങ്കൾ മറുപടിയും പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ 750 കോടി രൂപ ഞാൻ ഈ ഇരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഇവിടെ ഉറപ്പ് തരാം. ഈ പദ്ധതി നിങ്ങൾ നടക്കുകയോ ഇല്ലോ എന്ന് നിങ്ങൾ കാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം. അപ്പൊ അത് നമുക്ക് കാണാം. ഓക്കെ 4.5 കിലോമീറ്റർ 2.25 കോടി രൂപ എന്ന അത് ഞാനും കണ്ടായിരുന്നു. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഫാദറിലേക്ക് പോവാണ്. ഫാദർ നമ്മൾ വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇവിടെ ഒരു വന്യമൃഗ ശല്യത്തിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഴുവൻ ആളുകൾക്കും ആവശ്യമാണ്. ഇവിടെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാകുമ്പോൾ അത് വലിയ വിപത്തുണ്ടാകുന്നത്. അതുകൊണ്ടാണ് താങ്കളെപ്പോലെ ഒരാൾ അതിൻ്റെ മുന്നിട്ടിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഈ പാർട്ടി ബേസ് കാര്യങ്ങളിലേക്ക് മാറുന്നത് സത്യത്തിൽ താങ്കളുടെ അടക്കം നേതൃത്വത്തിലുണ്ടായത് വലിയ ഒരു സംഘമായിരുന്നു, ഒരു കൂട്ടായ്മയായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അവിടെ ഇത്തരം ഒരു വിവേചനം ഉണ്ടാകാനുള്ള കാരണത്തിൽ നിന്നും താങ്കൾ എന്തുകൊണ്ട് ഇവരിൽ നിന്നും ഇടപെട്ട് അതിനെ മുൻകൈയെടുത്ത് ഇത്തരം ചിന്താഗതികളെ മാറ്റിമറിക്കാൻ ശ്രമിച്ചില്ല എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ടേ. അതിനു മുമ്പ് ശ്രീമാൻ എബി പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, ഇവിടേക്ക് വരുന്ന റേഞ്ചർ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഇതിലെ വഴി നടത്തുകയില്ല എന്ന് ഇവിടുത്തെ ഗ്രാമസംരക്ഷണ സമിതി പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. കാരണം ഒരു ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സമരം പോലെയല്ല. അവർക്ക് വളരെ വ്യക്തതയോടുകൂടി ഇടപെടാൻ പറ്റുന്ന അധികാര കേന്ദ്രങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സഹന സമരമായിരിക്കണം, ഗാന്ധിയൻ മോഡൽ സമരമായിരിക്കണമെന്ന നിർബന്ധം ഈ ജനകീയ സമിതിക്കുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു കേസും ആരുടെയും പേരിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന വളരെ കൃത്യതയോടുകൂടിയുള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിരുന്നു. പാലിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ വയനാടിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത്. അതുകൊണ്ടാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, IC ബാലകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ഗ്രാമസംരക്ഷണ സമിതിയുടെ പേരിൽ അവിടെ ബോർഡ് വെച്ചു എന്നാണ്. അത് താങ്കളാണ് അതിന് മറുപടി പറയാൻ അർഹൻ. കാരണം താങ്കളാണ് ഗ്രാമസംരക്ഷണ സമിതിയുടെ മുന്നിട്ടിറങ്ങിയിരുന്ന ആള്. ഓക്കെ, അത് താങ്കളുടെ അറിവ് ഇല്ലാതെയാണോ? അദ്ദേഹം കാണിച്ചു തരുന്ന തെളിവുകൾ ഓക്കെ, അദ്ദേഹം കയ്യിലൊരു തെളിവ് വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് ചർച്ചാ വിഷയമാകുന്നത്. ഓക്കെ, അദ്ദേഹം പറയട്ടെ. കൃത്യമായിട്ട് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. അതിലുള്ള ചിത്രം ഗ്രാമസംരക്ഷണ സമിതി നടത്തിയ ഒരു സമരത്തിന്റെ ചിത്രമാണ്. ഒരു ജനകീയ സമരത്തിൽ എടുക്കപ്പെട്ട ഒരു ചിത്രമാണ് അതിലുള്ളത്. പക്ഷെ അത് ആരാണ് വിജയിപ്പിക്കുക എന്ന് വെച്ചത് എന്ന് ഔദ്യോഗികമായി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു നിർദ്ദേശവും ഈ ചിത്രത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. വളരെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറയാൻ ഞാൻ ആധികാരികമായിട്ട് പറയാൻ തയ്യാറാണ്. ഈ ചിത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ UDF എന്നുള്ള രീതിയിൽ ഞാൻ തയ്യാറാകണമല്ലോ. അപ്പൊ ഞാൻ തയ്യാറാണ്. അതിന് മറുപടി പറയാലോ. എനിക്ക് ഈ ചിത്രത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇവിടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടനവധി ജനകീയ സമരങ്ങൾ നടക്കാറുണ്ട്. ഈ ജനകീയ സമരങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയത്തിലൊക്കെ തന്നെ ഇടപെടാറുണ്ട്. ഈ പറയുന്ന ഇവിടുത്തെ വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി നടത്തിയ ഈ ജനകീയ സമരത്തിൽ കുറച്ചു മുൻപ് ശ്രീ എബി, CPMന്റെ പ്രതിനിധി ശ്രീ എബിയും BJPയുടെ പ്രതിനിധി ശ്രീ പ്രേമനും സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ, UDFന്റെ ഘടകകക്ഷികളിൽ ഉൾപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കൃത്യമായി അവരുടെ ആ സമര ചരിത്രങ്ങളുടെ ആ നാൾ വഴികൾ മറച്ചു നോക്കുമ്പോൾ ഇതുപോലുള്ള ഫ്ലക്സുകളും പോസ്റ്ററുകളും ഒക്കെ തന്നെ ഈ നാട്ടിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ
അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ നടക്കുന്ന വേദികളിലേക്ക് ഫ്ലെക്സുകളും പോസ്റ്ററുകളും അടിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഫ്ലെക്സ് അടിക്കാറുണ്ട്. ഇത് Okay. ഇപ്പൊ അതിനൊരു ഉത്തരമായി. അതൊരു രാഷ്ട്രീയപരമായ ഗ്രാമസംരക്ഷണ സമിതിയുടെ പേരിലല്ല ഈ നോട്ട് ഇത് അടിച്ചിരിക്കുന്നത്. ഇത് വായിച്ചാൽ Okay. മലയാളം വായിക്കാൻ അറിയുന്ന അത് ആളുകൾക്ക് വ്യക്തമായിട്ട് ഇത് വായിച്ചാൽ മനസ്സിലാവും. ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സംശയമില്ല. അച്ഛൻ അറിഞ്ഞിരിക്കണം. ഗ്രാമസംരക്ഷണ സമിതിയാണെങ്കിൽ ഫാദർ അതാണ് അതിന്റെ മറുപടി. ക്യാമറ ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉയർത്തി കാണിച്ചിട്ടുള്ളതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, അച്ഛനോട് നമുക്ക് യാതൊരു വിയോജിപ്പില്ല. അദ്ദേഹം പറഞ്ഞു അറിയില്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലല്ല. അച്ഛൻ പറഞ്ഞതിനോട് യാതൊരു വിയോജിപ്പും നമുക്ക് ഇപ്പോഴും ഇല്ല. ഇത് ഒന്ന് സൂം ചെയ്ത് ഈ ക്യാമറ ഒന്ന് കാണിക്കണമെന്ന് ഗ്രാമ സംരക്ഷണ സമിതി എന്നാണ് അതിനകത്ത് വെച്ചത്. ഓക്കെ യെസ് ശ്രീ എ ബി താങ്കളിലേക്ക് വരാം. യെസ്, നമ്മൾ ആ ഒരു വിഷയം ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോഴും വിഷയം നിൽക്കുന്നത്, സുഹൃത്തെ, നമ്മുടെ വിഷയം ഇപ്പോഴും നിൽക്കുന്നത് ഇവിടെ എന്തുകൊണ്ട് പദ്ധതികൾ നടത്തപ്പെടുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളുടെ സംരക്ഷണം നടത്തപ്പെടുന്നില്ല, അതാണ്. ശ്രീ എ ബി, താങ്കൾ പറയൂ. താങ്കൾ തന്നെയാണ് പറയാൻ അർഹൻ. ഇപ്പൊ നമുക്കിപ്പോൾ ഇവർ പറഞ്ഞു 2.25 കോടിയോളം 4.5 കിലോമീറ്ററിന് വേണ്ടി പൂർത്തീകരിക്കപ്പെടാൻ പദ്ധതിക്ക് വേണ്ടി വരുന്നുണ്ട് എന്ന്. എന്താണ് ഇപ്പോഴത്തെ അതിന്റെ ഒരു അവസ്ഥ? നിലവിൽ അതിന് യാതൊരുവിധ ഫണ്ടും വച്ചിട്ടില്ല. നിലവിലില്ല. ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ടോ? ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടില്ല. അത് എന്താണ് ആ ഓർഡർ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. അത് എടുക്കും, അത് പരിശോധിക്കും. അതിനാവശ്യമായ ഫണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ നടപ്പിലാക്കാനുള്ള എല്ലാ ഇടപെടലും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനകത്ത് ഒരു രാഷ്ട്രീയവും കാണില്ല. താങ്കൾക്ക് ഈ ഒരു ചർച്ചാ വേദിയിൽ വെച്ച് താങ്കൾ ഇതിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നും വീണ്ടും ഒരു മാറ്റം വരുത്താൻ ആലോചിക്കുന്നുണ്ടോ ഈ നാടിന്റെ പൊതുവായുള്ള ഒരു ധാരണ പ്രകാരം? ഒരിക്കലും ഈ നാടിന്റെ വിഷയങ്ങളിൽ നിന്ന് ഒരു കാലഘട്ടത്തിലും മാറി നിന്നിട്ടില്ല. ഗ്രാമസംരക്ഷണ സമിതി സമരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 100-300ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് DO ഓഫീസിലേക്ക് ഒരു മാർച്ച് നടന്നു. ആ മാർച്ചിൽ ഒരു പങ്കാളിയാണ്. നേതൃത്വം കൊടുത്തു എന്നൊന്നും അവകാശപ്പെടാൻ വേണ്ടി ഞാനില്ല. CPM നടത്തിയതാണ്. ഞാൻ നേതൃത്വം കൊടുത്തു എന്നൊന്നും അവകാശമില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഈ നാടിനെ ദോഷകരമായി ബാധിക്കുന്ന മുമ്പൊരു കാലഘട്ടത്തിൽ ഇവിടെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുക, മുമ്പൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും ഉണ്ട്, നമ്മുടെ വിഷയമല്ല, വലിയ തോതിലുണ്ടായിരുന്നതാണ് വ്യാജ ചാരായം, നാടൻ വാറ്റ്. അന്ന് ഇത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എളിയ പ്രവർത്തനം നടത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു എളിയ പ്രവർത്തനം കൂടിയാണ്. അങ്ങനെ തന്നെ വളർന്നു വന്നതാണ് ഞാൻ. അതല്ലാതെ ഇവിടെ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തായാലും മത്സരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ല. ഈ നിലപാടുകൾ നാളെയും പറയും. നാളെയും പറയും. ഈ നാട്ടിലെ ആളുകളോട് നാളെയും പറയും. അതാണ് ഇതിനെ സംബന്ധിച്ച്. ഇപ്പൊ CPM-ന്റെ പ്രതിനിധി ശ്രീ എ ബി ഇവിടെ സൂചിപ്പിച്ചു ഇങ്ങനെയൊരു ഫണ്ട് ഇവിടെ പാസ്സായിട്ടില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു CPM-ന്റെ പ്രതിനിധി ശ്രീ എ ബി ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാതെയാണോ ഇവിടെ സംസാരിക്കുന്നത് എന്നൊരു ചെറിയൊരു സംശയം എന്നെ സംബന്ധിച്ച് എനിക്കുണ്ട്. ഇനി എൻ്റെ അറിവിൽ ഇങ്ങനെയൊരു ഫണ്ട് ഏകദേശം 11 കിലോമീറ്റർ ദൂരം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ മുത്തങ്ങ കുറിച്യാട് റേഞ്ചിൽ തുക അനുവദിക്കപ്പെടുകയും 11 കിലോമീറ്ററിന് തുക അനുവദിക്കപ്പെടുകയും അതിൽ 4.5 കിലോമീറ്റർ ദൂരം പണയമ്പം മുതൽ 50 ഏക്കർ വരെയുള്ള ഏരിയകളിലേക്ക് അലോട്ട് ചെയ്തുകൊണ്ട് കിഫ്ബിയുടെ പ്രൊജക്റ്റിൽ തുക അനുവദിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഇറങ്ങിയിരുന്നു എന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം. അതിൻ്റെ കടലാസുകൾ ഗ്രാമ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ്റെയും അതുപോലെ തന്നെ കൺവീനറുടെയും കയ്യിൽ ഉള്ളതാണ്. അതിനുശേഷം നടന്ന വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു അനക്കങ്ങളും ഈ പ്രദേശങ്ങളിൽ നടക്കാതെ വന്നപ്പോൾ വളരെ കൃത്യമായി ഈ ഫണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിലുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന് ഞാൻ വിട്ടുപോയി, ഒരു DFOയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പറയുന്ന ഫണ്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് തീരുമാനമെടുത്തത്. എന്നൊക്കെ പറഞ്ഞോട്ടെ, ഇത് കൃത്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. ആ ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമ സംരക്ഷണ സമിതിയുടെ നേതാക്കളും ഇവിടെ ഇരുന്ന് വളരെ കൃത്യമായി മീറ്റിംഗ് കൂടി തീരുമാനമെടുക്കുകയും ഇത്രയ്ക്ക് ആളുകൾ തിരുവനന്തപുരത്ത് പോയി IC ബാലകൃഷ്ണൻ MLA മുഖേന മന്ത്രി, അന്നത്തെ വനം വകുപ്പ് മന്ത്രി K രാജുവിനെ കണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുമായി ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ DPR ഒരു തയ്യാറാക്കുന്നതിൽ വന്നിട്ടുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായി ആ പ്രവൃത്തി അവിടെ പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന്
അന്നത്തെ വനം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ DFOയും ഉറപ്പ് നൽകിയതാണ്. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് 1 മിനിറ്റ് സമയം കൂടി തന്നെ, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ബഹുമാന്യനായ ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ ഇവിടെ ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ പാലിയേറ്റീവ് കെയർ, ഇനി ഞാൻ സ്മാരകം എന്ന് പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കുന്നില്ല, കടുവകളെ പരിചരിക്കുന്നതിനുള്ള പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകക്ഷിയിൽപ്പെട്ട ഇവിടെയുള്ള നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഈ ഫണ്ട്, ഇവിടെ അനുവദിക്കപ്പെട്ട ഫണ്ട് ഇവിടെ വിനിയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അതിൻ്റെ DPRൽ അപാകതയുള്ളത് കൊണ്ട് IITക്ക് വേണ്ടി ഇതിൻ്റെ DPR രണ്ടാമത് തയ്യാറാക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLAയുടെ ഇടപെടൽ മൂലം, ഈ CPMന്റെ പ്രതിനിധിക്ക് അത് അറിയാത്തത് കൊണ്ടായിരിക്കാം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലമായിരിക്കാം ഈ ഫണ്ട് ഇവിടെ വന്നത്, അതായിരിക്കാം CPMന്റെ പ്രതിനിധി അറിയാതെ പോയത്. ശ്രീ പ്രേമൻ, ഓക്കെ, നാഗരാജ് DFO ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേര് നാഗരാജ്. താങ്കളുടെ ഒരു മുന്നണി കൂടി ഇതിൽ എല്ലാ കാലത്തും ഇതിനോടൊപ്പം ഈ സമരമുഖത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു അവകാശവാദങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പാസ്സായിട്ടുള്ള ഈ തുക ഇവിടേക്ക് തിരിച്ചു വരുമെന്നാണ് CPM പ്രതിനിധി പറയുന്നത്. ഇവിടെ ചില ചോദ്യങ്ങൾ ശ്രീ ബെന്നി കൈനേക്കൽ ഉന്നയിക്കുകയും ചെയ്തു. കിബി വഴി 2,48,00,000 രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഉത്തമ ദൃഷ്ടാന്തമാണ്. ഞങ്ങൾ ഈ ഗ്രാമസംരക്ഷണ സമിതിയുമായി സജീവമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വിവരം കിട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഡിസൈനിലോ അതിൻ്റെ അലൈൻമെൻറ്റിലോ എന്തോ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അത് ഇപ്പോൾ സ്റ്റോറേജിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ആ UDFൻ്റെ പ്രതിനിധി പറഞ്ഞ ഈ പദ്ധതി ആര് ചെയ്തു, ആര് കൊണ്ടുവന്നു ഉള്ളതല്ല, ഇത് സർവ മനസ്സോടുകൂടി തന്നെ ഞങ്ങളിതിന് സ്വാഗതം ചെയ്യുന്നു. അത് വന്നാൽ ആ നമുക്ക് വന്ന 4.5 കിലോമീറ്റർ മൊത്തം വയനാട് ജില്ലയുടെ തോട്ടാമൂല പ്രദേശത്തുള്ള 6.5 കിലോമീറ്ററും ഇവിടെയുള്ള 4.5 കിലോമീറ്ററും വരാൻ വേണ്ടുന്ന ഇടപെടൽ CPMൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നിലവിൽ ഇനി ഇപ്പോൾ അവർ വയനാട് പാക്കേജിൽ കൊണ്ടുവന്നിട്ടുള്ള 1000 കിലോമീറ്ററിന് ഏകദേശം 750 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നടപ്പിലായാൽ ഇതും വളരെയധികം സ്വാഗതാർഹമാണ്. ആര് കൊണ്ടുവന്നു എന്നുള്ളതല്ല, അവർക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ അതിനെ വളരെ ഭംഗിയായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ആരോടാണ്? പ്രേമനോടാണ്. കാരണം എന്താ വെച്ചാൽ ഈ 1.5 വർഷം മുന്നാണ് ഈ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഇതുണ്ടാക്കിയത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. അതായത് കേന്ദ്ര സർക്കാർ BJP സർക്കാരിൻ്റെ ഫണ്ട്. അത് പ്രേമൻ അറിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്താ അറിയോ, കാരണം ആ ചിന്തയല്ല, കാരണം ഈ കേരളത്തിലെ മാത്രമാണെന്ന് വിചാരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് 100 കോടി 1 ലക്ഷം രൂപയാണ് മുടക്കി 1.5 വർഷം മുന്നേ ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യം വരുന്നതിന് മുന്നേ മുൻ വനവകുപ്പ് മന്ത്രി ആയിരുന്നു ഇതിൻ്റെ തുടക്കം കുറിച്ചത്. അത് ഈ മന്ത്രി വന്നപ്പോഴാണ് നടപ്പിലായത്. ചോദ്യത്തിലേക്ക് ഇതെനിക്ക് പറയാം, അത് പ്രേമൻ അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ സംരക്ഷണ സമിതിയുടെ എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ നാടിന് വേണ്ടി കൂടി നിൽക്കാറുണ്ട്. നമ്മൾ നിന്നിട്ടുണ്ട്, ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം വന്നിട്ടുണ്ടെങ്കിൽ 4.5 കിലോമീറ്റർ ഇവിടുന്ന് പണയമ്പം തൊട്ട് 50 ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അത് 2,40,00,000 രൂപ പാസ്സായി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ലേലം ആളെടുത്തിട്ടുണ്ട്, ലേലം നടന്ന് ഇതെടുത്തിട്ടുണ്ട്. അടുത്ത പണി തുടങ്ങും എന്നാണ് എല്ലാ വിശ്വാസവും. താങ്കൾ പറഞ്ഞ വാർത്ത ഈ നാട്ടുകാർക്ക് വലിയ ശുഭ വാർത്ത തന്നെയായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫാദർ, ഇപ്പോൾ ഈ ഒരു സംരക്ഷണ സമിതി അല്ലെങ്കിൽ ഗ്രാമ സംരക്ഷണ സമിതിയുടെ സമരങ്ങൾ ഇപ്പോൾ ഇത്ര വരെ ചർച്ചകളിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോഴും ഇവിടെ യാതൊന്നും തന്നെ ഫലപ്രദമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. പറഞ്ഞോളൂ, മൈക്ക് എടുത്തോളൂ. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ചോദ്യമായിട്ടാണ് പറഞ്ഞത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് എല്ലാം തന്നെ സാധാരണക്കാരന് അറിയണമെന്നില്ല. കാരണം ഫെഡറൽ സംവിധാനത്തിൽ വിശ്വസിക്കുമ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകളിലൂടെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കാറുണ്ട്. ഇവിടുന്ന് വിപുലമായ DPR
തയ്യാറാക്കി അയക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര ഫണ്ട് അനുവദിക്കാറുണ്ട്. അതെല്ലാം തന്നെ സാധാരണക്കാരനായ ആൾക്കാർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല, അതിന് വേണ്ടത്ര പബ്ലിസിറ്റിയും കൊടുക്കാറില്ല. അത് സംസ്ഥാന ഇടപെടലുകളാണ് കേന്ദ്രത്തിന് ഫണ്ട് അനുവദിക്കുന്നതിന് സഹായകരമാകുന്നത്. ഓക്കെ ഫാദർ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ പോവുകയാണ്. താങ്കളുടെ ഗ്രാമസംരക്ഷണ സമിതിയുടെ ഒരു നേതൃത്വം വഹിക്കുന്ന നിലയ്ക്ക് ഇനി ഈ സമരമുഖത്തെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? കാരണം ഇവിടെ എല്ലാവരും അവരുടേതായ അവകാശവാദങ്ങൾ പറയുന്നു, പക്ഷേ ജനതയ്ക്ക് ഇപ്പോഴും നേരത്തെ ഒരു കർഷകൻ പറഞ്ഞതുപോലെ അവിടെ വേണ്ട രീതിയിലുള്ള ഒരു ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ് താങ്കൾ ഇനി മുന്നോട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഒരു നാടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ജനകീയമായ സമരങ്ങളും സമ്മർദ്ദങ്ങളും നടത്തി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പാക്കേജ് നടപ്പിലാക്കണമെന്നത് വലിയ ഒരു അപകടകരമായിട്ടുള്ള ചിന്തയാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടവർ തന്നെ ചില വിലപേശലുകൾ നടത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനകീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായാൽ മാത്രമേ പ്രോജക്റ്റുകൾ നടപ്പിലാക്കൂ എന്ന നിലയിലേക്ക് പോകുന്നത് അത് ഈ നാട്ടിലെ പൗരന്മാരോടുള്ള വെല്ലുവിളിയായി തന്നെ നമ്മൾ കരുതേണ്ടി വരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഇത്രയും വലിയ വന്യമൃഗാക്രമണങ്ങൾ ഉണ്ടായ മേഖലകൾ, അതിന് തൊട്ടടുത്ത് വരെ ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിമാരും വരുമ്പോൾ ഇവിടുത്തെ ഈ ഗ്രാമവാസികളെ കാണുവാനും ഇതിനെ തുടർന്ന് പലപ്പോഴായി ഇപ്പോൾ നിലവിൽ ആയിരിക്കുന്ന മന്ത്രിയുടെ പക്കൽ പോലും ഞങ്ങൾ നിവേദനവുമായി മണിക്കൂറുകൾ കാത്തിരുന്ന് കൊടുത്ത സാഹചര്യമുണ്ട്. കൽപ്പറ്റയിൽ അദ്ദേഹം ആദ്യമായി വന്നപ്പോൾ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളുടെ ഭരണാധികാരികൾ പെരുമാറുന്നത് അത് ഒരിക്കലും ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പൗരന്മാർക്ക് ആശ്വാസകരമായ കാര്യമായി തോന്നുന്നില്ല. ഇനി നമുക്ക് മുൻപോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചനയിലാണ്, ഇതുപോലുള്ള ജനകീയ സമ്മർദ്ദങ്ങളിലൂടെ മാത്രമേ പ്രഖ്യാപിക്കപ്പെട്ട പാക്കേജുകൾ ഇവിടെ നടപ്പിലാവൂ എന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ചിന്തിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ജനകീയമായ സമ്മർദ്ദം ഗവൺമെൻറ്റിലും ഉദ്യോഗസ്ഥ ബന്ധങ്ങളിലും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ആലോചനയുമായി ഗ്രാമസംരക്ഷണ സമിതി ഇവിടെ ഉണ്ടാകും. അതിന് ഈ മുന്നണി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ മുന്നോട്ട് പോകുക? ആരെയും മാറി നിൽക്കാൻ അനുവദിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്ത് മാറി മാറി വരുന്ന, അല്ലെങ്കിൽ ഓരോ പാർട്ടികളുടെയും സ്വാധീനം വളരെ വലുതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള വികസനം അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന ഒരു ബോധ്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു ജനകീയ കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ, ശ്രദ്ധ ചെലുത്തുവാൻ വേണ്ട കാര്യങ്ങളെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ കൊടിയുടെയോ നിറം പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല. ഒന്നു ചേർന്ന് ഈ നാട്ടിലുള്ള 6000-ലധികം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി, 1500-ലധികം വരുന്ന കുടുംബങ്ങളെ സുരക്ഷിതമായി ഇവിടെ ജീവിക്കുവാൻ അനുവദിക്കുന്ന ഈ പ്രോജക്റ്റ് കൈകോർത്ത് നിന്ന്, തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുവാൻ വേണ്ട നടപടികൾ ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുമായി ഇടപെടുത്തിക്കൊണ്ട് ഉണ്ടാകണമെന്നാണ് എനിക്ക് എളിമയോടുകൂടി ഇവരോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ ഇന്ന് ഇവിടെ നടത്തിയ ചർച്ച എന്ന് പറയുന്നത് വടക്കനാട് വന്യമൃഗശല്യത്തിനെതിരെ നടത്തി വന്ന ഐതിഹാസികമായ സമരം, ആ സമരത്തിൻ്റെ നാൾവഴികൾ 4 വയസ്സ് പൂർത്തിയാകാൻ പോകുന്നു. പക്ഷേ എവിടെയും എല്ലാവരും കൂടിച്ചേർന്ന് ഉന്നയിച്ച കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഒരു ജനത അതിജീവനത്തിനായുള്ള പോരാട്ടത്തിന് നിൽക്കുമ്പോൾ, അവരുടെ കൃഷിയിടങ്ങൾ, കൃഷിവിളകൾ സംരക്ഷിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവർക്ക് നേരെ കണ്ണടയ്ക്കുന്ന സമീപനം ഒരു അധികാരികൾക്കും അനുയോജ്യമായതല്ല എന്നു തന്നെയാണ് ഓരോ ചർച്ചകളിലും ഉയർന്നു വരുന്ന വിഷയം. ഇവിടെയും അവകാശങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ വയനാട് വിഷൻ ചാനൽ ഈ ജനകീയ വേദിയിലൂടെ
ഭരണാധികാരികൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി എത്തിക്കുകയാണ്. കണ്ണു തുറക്കുക, ഇനിയും ജീവൻ അപായപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുത്ത ഫാദർ ജോബി, ഗ്രാമസംരക്ഷണ സമിതി, അതോടൊപ്പം CPM-ന്റെ പ്രതിനിധി ശ്രീ എബി, UDF-ന്റെ പ്രതിനിധി ബെന്നി കൈനിക്കൽ, BJP-യുടെ പ്രതിനിധി ശ്രീ പ്രേമൻ, എല്ലാവരോടും നന്ദി. നമുക്ക് മറ്റൊരു വിഷയവുമായി ജനകീയവേദി പിന്നീട് കാണാം. നമസ്കാരം.